എന്റെ കഴിഞ്ഞ മെസ്സേജിൽ ഞാൻ പറഞ്ഞു, നമ്മൾ ആത്മീയമായി വളർന്നു വരുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ പൂർണ്ണമായി പോസിറ്റീവിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ കൂടെയുള്ള ലൈഫ് പാർട്ണർ അല്ലെങ്കിൽ ഭാര്യയായാലും ഭർത്താവായാലും അല്ലെങ്കിൽ വീട്ടിലുള്ള മറ്റ് അംഗങ്ങൾ, അച്ഛനായാലും അമ്മ, മക്കൾ, ഇവരൊക്കെ നമ്മളെ ഒറ്റപ്പെടുത്തും അല്ലെങ്കിൽ നമ്മളെ കുറ്റപ്പെടുത്തുകയും നമ്മൾ വഴിതെറ്റിപ്പോയി എന്ന രീതിയിൽ നമ്മളെ തള്ളിക്കളയുകയും ചെയ്യും. ഇങ്ങനെ സാഹചര്യം വരും. അത് മാത്രമല്ല, അവർ കാണുന്ന ശരിയും തെറ്റുകളും നമുക്ക് നല്ല രീതിയിൽ ബോധം അല്ലെങ്കിൽ തിരിച്ചറിവ് വരുമ്പോൾ അവരെ തെറ്റിൽ നിന്നും മാറാൻ പ്രേരിപ്പിക്കുകയും പഠിപ്പിക്കുകയും നമ്മൾ അവരത് അനുസരിക്കാതെ വരുമ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ടും വയലന്റ് ആകുകയും ദേഷ്യപ്പെടുകയും ഒക്കെ ചെയ്യും. അപ്പൊ അങ്ങനെയൊക്കെ വരുമ്പോൾ വീട്ടിൽ വിഷയങ്ങളും പ്രശ്നങ്ങളും വരികയും അവർക്ക് നമ്മളെ കൊണ്ടൊരു തലവേദനയായി മാറും. കാരണം അവരുടെ ഭൗതികമായിട്ടുള്ള അവർ പഠിച്ചു വെച്ചതും അവർ ചെയ്തുകൊണ്ടിരുന്ന ജീവിത രീതിയിൽ നിന്നും അവർക്ക് മാറാൻ പറ്റൂല. പക്ഷെ നമ്മൾ അതിൽ നിന്നെല്ലാം മാറുന്നു. മാത്രമല്ല, അവരെ ആ രീതിയിൽ തുടരാനായിട്ട് നമ്മൾ എതിർക്കുകയും തർക്കുകയും ചെയ്യുമ്പോൾ നമ്മൾ അവർക്കൊരു ബാധ്യതയായി മാറിക്കൊണ്ട് നമ്മളെ തന്നെ അവർ തള്ളിക്കളയും. അങ്ങനെ തള്ളിക്കളയുമ്പോൾ അവിടെ നിന്ന് വെറുതെ നാണം കെട്ട് കിടക്കാതെ നമ്മൾ തന്നെ അങ്ങ് മാറിക്കളയുക, അവരെ ഉപേക്ഷിക്കുക. കാര്യം അവർ നമ്മളെ ഉപേക്ഷിക്കുമ്പോൾ നമ്മൾ അങ്ങ് മാറിക്കളയുക. ഇതാണ് ശരിക്കും പറഞ്ഞാൽ വേണ്ടത്. വീണ്ടും അവിടെ നിന്നും കൊണ്ട് തർക്കിച്ചും വഴക്കും കൂടി നമ്മൾ നെഗറ്റീവായി കിടക്കുന്നത് നമുക്ക് തന്നെ ആത്മവളർച്ചയ്ക്ക് ദോഷമാകും എന്നാണ് കഴിഞ്ഞ മെസ്സേജിൽ ഞാൻ പറഞ്ഞത്. അപ്പോ ചിലർക്ക് സംശയമുണ്ട്. എന്റെ മുൻ മെസ്സേജുകളിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്, നമ്മൾ മാക്സിമം പോസിറ്റീവായി ദൈവത്തിന്റെ റൂട്ടിൽ എത്തുമ്പോൾ നമ്മളെ കൂടെ ഉള്ളവർ താനെ പോസിറ്റീവായി മാറിക്കൊണ്ടിരിക്കും എന്ന് പറയുന്നുണ്ട്. അപ്പൊ ഇത് വെച്ച് സംശയം. അപ്പം അന്ന് അങ്ങനെ പറയുന്നു, ഇപ്പൊ പറയുന്നു നമ്മൾ അവരെ ഉപേക്ഷിക്കണം, അല്ലെ അവർ നമ്മളെ ഉപേക്ഷിക്കും എന്ന് പറയുന്നു. ഇത് രണ്ടും സംഭവിക്കും. അന്ന് പറഞ്ഞത് സംഭവിക്കും, ഇപ്പൊ ഞാൻ ഈ പറഞ്ഞത് സംഭവിക്കും. പക്ഷെ ഇത് സംഭവിക്കണോ വേണ്ടയോ എന്നുള്ളതൊക്കെ നമ്മുടെ തീരുമാനമാണ്. കാരണം നമ്മൾ ദൈവത്തിന്റെ കാര്യങ്ങൾ മനസ്സിലാക്കി പെട്ടെന്ന് നമുക്കൊരു ആത്മീയ ഉണർവ്, ഒരു വളർച്ച വന്നു. നമുക്ക് അവരെ മറ്റുള്ളവരുടെ പോലെ ജീവിക്കാൻ പറ്റുന്നില്ല, അവരുടെ ശരികളൊന്നും അംഗീകരിക്കാൻ പറ്റുന്നില്ല. ഇങ്ങനെ വരുമ്പോൾ വീട്ടില് ഒരു എതിർപ്പ് വരും, അല്ലെങ്കിൽ നമ്മളെ ഒരു ഒറ്റപ്പെടുത്തുന്ന ലെവലിലേക്ക് വരും. അപ്പൊ നമ്മൾ ഇത്തിരി തന്റെയിടവും നല്ല സംസാരശേഷിയും വാശിയും ഒക്കെ ഉള്ള ഒരു വ്യക്തിയാണെങ്കിൽ സ്വാഭാവികമായിട്ടും അവരെയൊക്കെ നമ്മൾ ഭയങ്കരമായി എതിർക്കുകയും വയലന്റ് ആവുകയൊക്കെ ചെയ്തു പോകും. കാരണം നമ്മുടെ ശരികൾ നമ്മൾ തിരിച്ചറിഞ്ഞിട്ടുണ്ട്, നമ്മൾ ആത്മാവ് നമ്മളെ ശരിയെല്ലാം മനസ്സിലാക്കിയിട്ടുണ്ട്. അപ്പൊ അതിനെ എതിർത്തും കൊണ്ട് അല്ലെങ്കിൽ അതിനെ അടിച്ചമർത്താൻ ശ്രമിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ആ തീക്ഷ്ണത നമ്മളിലേക്ക് കൂടി വരുമ്പോൾ വയലൻസി വരും. അങ്ങനെ വരുമ്പോൾ വെറുതെ വലിയ ലെവലിലുള്ള വിഷയങ്ങളിലേക്ക് നമ്മൾ പോകാൻ സാധ്യതയുണ്ട്. അതിൽ നിന്ന് രക്ഷപ്പെടാനായിട്ട് ഒന്നുകിൽ നമ്മൾ പൂർണ്ണ ശാന്തനായി മറ്റുള്ളവർ വെറും ശിശുക്കളാണെന്ന് മനസ്സിലാക്കി അവരോട് ക്ഷമിക്കാനും പൊറുക്കാനും ഉള്ള മനസ്സുണ്ടായിരിക്കണം. അങ്ങനെ നിന്നാൽ മറ്റുള്ളവരും താനെ മാറി വരും. കാര്യം അത് മാറി വന്നിരിക്കും. പ്രകൃതി ഇപ്പൊ സ്ട്രിക്റ്റ് ആണ്. എല്ലാവർക്കും എല്ലാ രീതിയിലും തോന്നിയതുപോലെയും ബോധിച്ചതുപോലെ ജീവിക്കുമ്പോഴെല്ലാം അവരുടെ കാര്യങ്ങളെല്ലാം സക്സസ് ആയിക്കൊണ്ടിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. കാര്യം അവർ എന്തെങ്കിലും വളർന്നു വരുമ്പോൾ അന്ന് അവർ ദൈവമായിട്ട് അടുക്കും എന്ന രീതിയിൽ വളർന്നു വരട്ടെ എന്ന് വിചാരിച്ച് അവരെല്ലാം ഫ്രീ ആയിട്ട് പ്രൊട്ടക്ട് ചെയ്തൊരു കാലഘട്ടമായിരുന്നു നേരത്തെ. ഇനി അങ്ങനെ അല്ല. ഇനി പ്രകൃതി സ്ട്രിക്റ്റ് ആണ്. എന്താണോ ശരി, ഏതാണോ വേണ്ടത്, അത് കറക്റ്റാ ചെയ്ത് പാലിച്ചു പോകുന്നവർക്ക് ഇനി അവരുടെ ജീവിത രീതിയിലെല്ലാം കാര്യങ്ങളൊക്കെ ഓക്കെ ആയി സക്സസ് ആയി പോവുള്ളൂ. മാത്രമല്ല, ചെയ്ത കർമ്മത്തിന്റെ ഫലമെല്ലാം അപ്പോഴപ്പോഴെ തന്നെ അളന്ന് അത് അനുഭവിപ്പിച്ച് ബാലൻസ് ചെയ്യുന്ന ഒരു രീതിയും ഇപ്പോൾ സ്ട്രിക്റ്റ് ആയിട്ട് തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ ഇത് വരുമ്പോൾ ഇപ്പൊ നമ്മളെ കൂടെയുള്ളവരാണോ അല്ലയോ അതല്ല വിഷയം. ഭൂമിയിലുള്ള സകലരും താനെ നന്നാവാൻ ശ്രമിക്കും. കാരണം ഇത്രയും നാളും അവരിങ്ങനെയൊക്കെ ജീവിച്ചിട്ട് കാര്യങ്ങളെല്ലാം ഓക്കെ പോയത് കൊണ്ടാണ് അവർ യാതൊരു വ്യവസ്ഥകളോ ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും മാനിക്കാതെ അവരവർക്ക് ഇഷ്ട രീതിയിൽ ജീവിച്ചുകൊണ്ടിരുന്നത്. പക്ഷെ ഇനി അവരുടെ കാര്യങ്ങളെല്ലാം ബ്ലോക്ക് ആകുമ്പോൾ അവർ സ്വാഭാവികമായിട്ടും നന്നാവാൻ ശ്രമിച്ചേ പറ്റൂ. ഇല്ലാതെ അവരുടെ കാര്യങ്ങളൊന്നും സക്സസ് ആവില്ല. ആ സമയത്താണ് നമ്മളെപ്പോലുള്ള ഈ കാര്യങ്ങളെല്ലാം, അപ്പൊ ഞാൻ ഈ കാര്യങ്ങൾ പറഞ്ഞിരുന്നത് പോലെ നിങ്ങളും ഈ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ അവരത് അനുസരിക്കുകയുള്ളൂ. കാരണം അവർ സുഖിച്ചു പോകുന്ന കാലത്തോളം ഇവരാരും ദൈവത്തിന്റെ വ്യവസ്ഥയെ നീതി ന്യായം ഇതൊന്നും പാലിക്കുകയില്ല. പക്ഷെ അവരുടെ പ്രശ്നങ്ങളും വിഷയങ്ങളൊക്കെ അവർക്ക് ബ്ലോക്കായി അല്ലെങ്കിൽ തടസ്സങ്ങൾ വന്ന് അവർക്ക് മുന്നോട്ട് പോകാൻ പറ്റുന്നില്ല എന്ന കണ്ടീഷൻ വരുമ്പോഴേ നിങ്ങൾ പറയുന്ന കാര്യങ്ങൾ നിങ്ങളെ കൂടെയുള്ളവര് മാനിക്കുകയുള്ളൂ. അതുവരെ പിടിച്ചു നിൽക്കാനുള്ള ക്ഷമ നിങ്ങൾക്ക് ആദ്യം വേണം. ഇല്ല എന്നുണ്ടെങ്കിൽ മാറിക്കളയുക. ഇല്ലെങ്കിൽ സംഭവിക്കുന്ന വെച്ചാൽ എന്നെ കൊണ്ട് വിളിക്കുന്ന പലരും ഉണ്ട്. എന്റെ മെസ്സേജ് കേട്ടിട്ടും ഒക്കെ എന്നെ കോണ്ടാക്ട് ചെയ്യുന്ന പലരും ഉണ്ട്. അവര് മിക്കവരും ഭാര്യ ഭർത്താവുമായിട്ടുള്ള വിഷയത്തിൽ കൊലപാതകത്തിന്റെ ലെവലിൽ വരെ വയലൻസി ആയിട്ട് ആടിയും വീടിയും ബഹളമായിട്ട് നിൽക്കുന്നവരുണ്ട്. വിഷയങ്ങൾ നോക്കുമ്പോൾ എന്താണ്, രണ്ടുപേരുടെ ഭാഗത്തും തെറ്റുകളുണ്ട്. ഒന്ന് ഈ ആത്മീയത്തിൽ വളർന്ന വ്യക്തിയിൽ പുരുഷനാണെങ്കിൽ
സ്ത്രീധനം വാങ്ങിച്ചും ആ സ്ത്രീധനം വാങ്ങിച്ച പണമൊക്കെ കൊണ്ട് പുള്ളിയുടെ കാര്യത്തിന് വേണ്ടി വിനിയോഗിച്ചും ഒക്കെ തീർന്നിരിക്കുന്ന സമയത്തായിരിക്കും ഈ ആത്മീയ ഉണർവ് പറയണത്. അപ്പൊ അങ്ങോട്ട് പഠിപ്പിക്കാൻ പോകുമ്പോ ഭാര്യ സ്വാഭാവികമായിട്ട് പറയും, ഇങ്ങോട്ട് ഡയലോഗ് ഉടനെക്കാട്ടില്ല ആദ്യം എന്റെ സ്വത്തും പണമൊക്കെ തിരിച്ചതാ. ഇങ്ങനെയൊക്കെ വരുമ്പോഴത്തേക്കും ഭയങ്കരമായ വയലൻസി വരും. അപ്പോൾ ഈ രണ്ടും രണ്ട് രീതിയിലുള്ള ഒരുമനപ്പെട്ട് നിൽക്കുന്നവർ അന്യരെ പോലെ സംസാരിക്കുകയും അങ്ങനെയൊക്കെ വരുമ്പോഴത്തേക്കും ഭയങ്കര പ്രശ്നങ്ങൾ വരും. അപ്പൊ എന്തിനാണ് വെറുതെ പൈശാചിക ശക്തികൾക്ക് ഇടം കൊടുത്തിട്ട് വല്ല കൊലപാതകമൊക്കെ ചെയ്ത് അല്ലെങ്കിൽ ആത്മഹത്യ ലെവലിലൊക്കെ പോയി ജയിലിലൊക്കെ പോയി കിടക്കേണ്ട ആവശ്യം എന്താണ്? അപ്പൊ അതുകൊണ്ടാണ് ഒറ്റപ്പെടുത്തുകയും തള്ളുകയും പുച്ഛിക്കുകയും ചെയ്യുന്ന സമയത്ത് തന്നെ മാറിക്കളയുക എന്ന് പറയുന്നത്. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, അവരും ആത്മമായിട്ട് വളർന്ന് അല്ലെങ്കിൽ അവർക്ക് ബോധം വന്ന് വരുമ്പോൾ അവർ വരണമെങ്കിൽ സ്വീകരിക്കുക, ഇല്ലെങ്കിൽ നമുക്ക് വിധിച്ചിട്ടുള്ളതല്ല എന്ന് മനസ്സിലാക്കണം. കാരണം ചില ഒട്ടും വളരാത്ത ആത്മാക്കളാണെങ്കിൽ ഈ ജന്മത്തിൽ തന്നെ വളരണമെന്ന് നിർബന്ധമൊന്നുമില്ല. പക്ഷെ എല്ലാ ആത്മാക്കളെയും ദൈവം പഠിപ്പിച്ചിരിക്കും, വളർത്തിയിരിക്കും. ചിലപ്പോൾ അടുത്ത ജന്മത്തിലോ അതിന്റെ ജന്മത്തിലായിരിക്കും നമ്മുടെ പങ്കാളി നമ്മുടെ ലെവലിൽ എത്താൻ പോണത്. അപ്പൊ നമുക്ക് ഈ ജന്മത്തിൽ മൊത്തം കാത്തിരുന്നിട്ടും കാര്യമില്ല. അപ്പൊ അത് ദൈവത്തിന്റെ കയ്യിലാണ്. നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ വലിയ വിഷയങ്ങളോ പ്രശ്നങ്ങളോ അല്ലെങ്കിൽ വലിയ ലെവലിലുള്ള കടും കൈകളോ ചെയ്യാൻ ആ ഒരു ലെവലിലേക്ക് എത്തുന്നതിന് മുന്നമേ മാറിക്കളയുക. ഇപ്പൊ അച്ഛനായാലും അമ്മയായാലും ചില സമയത്ത് അനാവശ്യ ചീത്തവിളിയും ഒക്കെ വായിൽ നിന്നൊക്കെ വന്നു പോകും. കാരണം നമ്മളൊക്കെ ജീവിത അറിവും കാര്യങ്ങളും കിട്ടി ഇങ്ങനെയുള്ള സത്യങ്ങളൊക്കെ തിരിച്ചറിഞ്ഞാൽ പോലും നമ്മൾ ഉള്ള നെഗറ്റീവ് ശക്തികൾ പൂർണ്ണമായി പോയിട്ടില്ല. പൈശാചിക ശക്തികൾ ഇപ്പോഴും നമ്മളെ കുരുക്കി എങ്ങനെയെങ്കിലും വഴിതെറ്റിക്കാൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കും. അപ്പൊ നമ്മുടെ വായിൽ നിന്ന് വലിയ വലിയ ലെവലിലുള്ള അനാവശ്യങ്ങളൊക്കെ വരികയും ഇതെല്ലാം പിന്നെ നമുക്ക് തന്നെ അത്ര കണ്ട് നെഗറ്റീവ് ആയിക്കൊണ്ടിരിക്കുകയും ചെയ്യും. അപ്പൊ അതുകൊണ്ട് ഈ സാഹചര്യങ്ങളെ പെട്ടെന്ന് മാറാനാണ് നമ്മളങ്ങ് മാറിക്കളയുക എന്ന് പറയുന്നത്. അപ്പൊ എനിക്ക് പലരും ചോദിച്ചിട്ടുണ്ട്, അങ്ങനെ ഉപേക്ഷിച്ചാൽ ഈ വ്യക്തിക്ക് അടുത്ത വേറെ ഒരു വിവാഹം കഴിക്കാൻ പറ്റുമോ? അപ്പൊ ഭാര്യ ഉപേക്ഷിച്ചു, ഭർത്താവ് ഉപേക്ഷിച്ചു, ഈ പറഞ്ഞതുപോലെ തള്ളിക്കളഞ്ഞു. അപ്പൊ എനിക്ക് എന്റെ രീതിയിൽ ജീവിക്കാനായിട്ട് എനിക്ക് ശരിക്കും ദൈവം വെച്ചിരിക്കുന്ന അല്ലെങ്കിൽ എന്റെ അതേ ലെവലിലുള്ള ഒരു പങ്കാളിയെ എനിക്ക് കിട്ടുമോ കിട്ടൂലേ എന്നൊക്കെ പലരും ചോദിക്കുന്നുണ്ട്. നമുക്കത് കിട്ടും. നമ്മുടെ ലെവലിലുള്ളതല്ല എങ്കിൽ നമ്മളെ തള്ളിക്കളഞ്ഞാൽ ഇപ്പൊ പറഞ്ഞതുപോലെ നമ്മൾ മാറി നിൽക്കുക. ഉടനെ വേറെ കല്യാണം കുറിച്ച് ചിന്തിക്കരുത്, മാറി നിൽക്കുക. മാറി നിന്ന് കുറച്ചുകൾ കഴിയുമ്പോൾ നമുക്കുള്ളതല്ലെങ്കിൽ ദൈവം തന്നെ വഴിയൊരുക്കി മറ്റേ പങ്കാളിയെ കൊണ്ട് നിങ്ങളെ എനിക്ക് ആവശ്യമില്ല, എനിക്ക് എന്റെ രീതിയിൽ വേറെ ജീവിക്കണം, അതുകൊണ്ട് ഡൈവേഴ്സ് വേണം എന്നൊക്കെ പറഞ്ഞ് ഇങ്ങോട്ട് തന്നെ വന്നോളൂ. ഇങ്ങനെ വരുമ്പോൾ നമ്മൾ മനസ്സിലാക്കിക്കൊള്ളാം ദൈവമായിട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. അവരെ പങ്കാളിയുടെ ഇഷ്ടം അനുസരിച്ച് നമ്മൾ അവരെ ഡൈവേഴ്സ് ചെയ്യുകയൊക്കെ ചെയ്യാം. അങ്ങനെ ചെയ്താൽ നമുക്ക് വേറെ വിവാഹം കഴിക്കാം. പക്ഷെ ആ പങ്കാളി നമ്മളെ തള്ളിക്കളഞ്ഞെങ്കിലും നമ്മളെ തന്നെ പ്രതീക്ഷിച്ച് കാത്തിരിക്കുന്നുണ്ടെങ്കിൽ നമ്മളും അതേപോലെ കാത്തിരുന്നേ പറ്റൂ. കാരണം ദൈവം പൂർണ്ണമായിട്ടും മാറ്റിക്കളഞ്ഞിട്ടില്ല, എന്തോ ചാൻസ് ഉണ്ട്. അപ്പൊ അങ്ങനെ വരുമ്പോൾ നമ്മളിപ്പോ നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ നമ്മുടെ കൂടെയുള്ളവരെ ദൈവം തന്നെ ക്ലിയർ ചെയ്ത് കൊണ്ടുവരുന്നത് വരെ നമ്മൾ വെയിറ്റ് ചെയ്യണം. ഇതിൽ മെയിനായിട്ട് കൂടെ ഉള്ളവർ എന്ന് ഞാൻ പറയുന്നത് ഭാര്യ ഭർത്താവും മക്കളും ഒക്കെയാണ്. അത് വളരെ പ്രായപൂർത്തിയാവാത്ത കൊച്ചുകുട്ടികൾ ഒക്കെ ഉള്ളവരെയാണെങ്കിൽ നമ്മളിപ്പോ അച്ഛനായാലും ഇപ്പം അച്ഛൻ അമ്മ രണ്ട് കൊച്ചുകുട്ടികൾ, ഈ അച്ഛനും അമ്മയും തമ്മിലാണ് വഴക്കും ബഹളവും. അമ്മ അച്ഛനെ തള്ളിക്കളഞ്ഞു, അച്ഛൻ വീട്ടിൽ നിന്ന് മാറിപ്പോയി. അപ്പൊ നിന്നെ എനിക്ക് വേണ്ടടാ, ഞാൻ ഇല്ലെങ്കിൽ ജീവിച്ചോളാം എന്നൊക്കെ രീതിയിലൊക്കെ ഭയങ്കരമായ ഡയലോഗും കാര്യങ്ങളൊക്കെ വിട്ടൊക്കെ ആയിരിക്കാം ഈ ഗൃഹനാഥനെ തള്ളിക്കളയുന്നത്. അപ്പൊ അവിടെ പിന്നെ കടിച്ചു തൂങ്ങി കിടന്നുകൊണ്ട് അറ്റാച്ച്മെന്റ് വെച്ച് നമ്മൾ അവസാനം വലിയ പാപിയായി മാറുന്നതിനെക്കാട്ടിലും മാറിക്കളഞ്ഞിട്ട് കുറച്ചുകൂടെ കഴിയുമ്പോൾ നമ്മൾ ദൈവമായിട്ട് അടുത്തടുത്ത് വരുന്ന അനുസരിച്ച് നമ്മുടെ ഭാര്യയെ ദൈവം പതുക്കെ സിറ്റുവേഷനിലൂടെ, ഉപദേശത്തിലല്ല, നിങ്ങളെ ഉപദേശിക്കാൻ പോകേണ്ട ആവശ്യമില്ല, സാഹചര്യങ്ങളൊക്കെ ഒരുക്കി ചില ശിക്ഷകളും അല്ലെങ്കിൽ പഠിപ്പീരൊക്കെ നടത്തി നമ്മുടെ പങ്കാളിയെ നേർവഴിക്ക് കൊണ്ടുവന്നിരിക്കും. ഇതിന് പ്രധാന കാരണം എന്ന് വെച്ചാൽ ഈ നമുക്ക് രണ്ട് മക്കളുണ്ട്, അല്ലെങ്കിൽ 3 മക്കളുണ്ട്, അല്ലെങ്കിൽ ഒരു കുട്ടി ഉണ്ടെങ്കിൽ ഇത് രണ്ടുപേരുടെയും ചോരയാണ്, രണ്ടുപേരുടെയും പകർച്ച ആ കുട്ടിയിലുണ്ട്. അപ്പൊ നമ്മുടെയും കൂടെ കുട്ടിയാണ്. അപ്പൊ നമ്മളെ ഭാര്യ തള്ളിക്കളഞ്ഞു മാറി നിൽക്കുകയാണെങ്കിൽ ഈ കുട്ടിയെ നമ്മുടെ കുട്ടി ആയതുകൊണ്ട് നമ്മൾ ദൈവത്തിന്റെ പോസിറ്റീവിലേക്ക് വളർന്നു വരുന്നതും കൊണ്ട് ഈ കുട്ടിയെ ദൈവം പോസിറ്റീവാക്കി കൊണ്ടുവന്നിരിക്കും. കാര്യം നമ്മുടെ സ്വന്തം ചോരയിൽ പിറന്ന കുട്ടിയാണ്. പക്ഷെ അമ്മ നേരെ തലതിരിഞ്ഞ് നെഗറ്റീവായിട്ട് നിൽക്കുകയാണെന്ന് വെച്ചോ, അല്ലെങ്കിൽ അച്ഛനാണ് നെഗറ്റീവായിട്ട് തലതിരിഞ്ഞ് നിൽക്കണമെങ്കിൽ നമ്മുടെ കുട്ടിയെ അവരുടെ കയ്യിൽ ആയതുകൊണ്ടും ആ കുട്ടിയെ പോസിറ്റീവാക്കി വളർത്തേണ്ട ആവശ്യമുള്ളത് കൊണ്ടും ഈ നമ്മുടെ പങ്കാളിയെയും കൂടി ദൈവം ശിക്ഷിച്ചും ചില നിമിത്തങ്ങളിലൂടെയും പഠിപ്പിച്ചും നന്നാക്കിയിരിക്കും. പക്ഷെ നമ്മളത് വെയിറ്റ് ചെയ്യണം. നമ്മൾ ദൈവത്തിന്റെ കയ്യിൽ വിട്ടുകൊടുക്കുക. കാരണം നമുക്ക് നന്നാക്കാൻ പോകാൻ പറ്റൂല. കാര്യം അത്ര കണ്ട് വഴക്കുമ്പോഴോ ആയി പിരിയുന്നു. പിന്നെ നമ്മൾ അങ്ങോട്ട് പോയി ക്ലാസ് എടുക്കാനോ പഠിപ്പിക്കാനോ പോകേണ്ട ആവശ്യമില്ല. ദൈവം തന്നെ ശിക്ഷിച്ച് നന്നാക്കി പഠിപ്പിച്ച് കൊണ്ടുവന്നിരിക്കും. അതുവരെ വെയിറ്റ് ചെയ്യുക.
ഇനി ഇത് മാതാപിതാക്കളെ നന്നാക്കി എടുക്കുന്ന പരിപാടി ഇല്ല. അവർ മറ്റൊരു കുടുംബമാണ്. സ്വന്തം സഹോദരങ്ങളും അവരുടെ കുടുംബവും എന്നൊക്കെ പറയുന്നതൊക്കെ മറ്റു കുടുംബങ്ങളാണ്. നന്നാക്കിയെടുക്കും. ദൈവം നന്നാക്കി കൊണ്ടുവരുന്നത് നമ്മുടെ ചോരയിൽ പിറന്ന മക്കൾ വളർന്നു വരാൻ വേണ്ടിയിട്ടാണ്. ഈ അച്ഛനെയും അമ്മയെയും ദൈവം ഒരേപോലെ ക്ലിയർ ചെയ്ത് കൊണ്ടുവരണം. അപ്പൊ അച്ഛൻ ക്ലിയർ ആയാലും അമ്മയും കൂടി തന്നെ ക്ലിയർ ചെയ്ത് കൊണ്ടുവരും. ഇല്ലെങ്കിൽ മക്കൾ കറക്റ്റ് പോസിറ്റീവായി വരൂല. അതിൽ അമ്മ ക്ലിയർ ആയാലും അച്ഛനെ അതേപോലെ ക്ലിയർ ചെയ്ത് കൊണ്ടുവന്നിരിക്കും. പക്ഷെ എന്റെ ഈ മെസ്സേജും അല്ലെങ്കിൽ ഇങ്ങനെയുള്ള മെസ്സേജും അറിവൊക്കെ കിട്ടി നമ്മളായിരിക്കും പെട്ടെന്ന് ക്ലിയറായി വരുന്നത്. മറ്റവർ ഈ ലെവലിൽ ഉള്ളവരായിരിക്കില്ല. പക്ഷെ സാഹചര്യത്തിലൂടെയും ജീവിതത്തിൽ മുന്നോട്ട് പോകുന്നതനുസരിച്ച് പല പല സിറ്റുവേഷനിൽ ഒരുക്കി അവരെയും ഇതെല്ലാം പഠിപ്പിച്ച് നിങ്ങൾ എന്തൊക്കെയാണോ വ്യവസ്ഥകൾ പാലിച്ച് വരുന്നത് അതേ ലെവലിൽ നമ്മുടെ പങ്കാളിയെയും പഠിപ്പിച്ച് കൊണ്ടുവരും. അപ്പൊ അന്ന് ചിലപ്പം ചിന്തിക്കും ഇതൊക്കെ നേരത്തെ ഞാൻ ഇതൊക്കെ അനുസരിച്ചിരുന്നെങ്കിൽ പണ്ടേ നല്ല സന്തോഷമായിട്ട് ഒന്നിച്ച് ജീവിക്കാമായിരുന്നല്ലോ എന്ന് അന്ന് നമ്മളെ തള്ളിക്കളഞ്ഞ നമ്മളെ പങ്കാളിക്ക് അന്നത് മനസ്സിലാവും. അപ്പോഴത്തേക്ക് ഒരുപാട് വിഷമങ്ങളും കഷ്ടങ്ങളും പ്രശ്നങ്ങളൊക്കെ അഭിമുഖീകരിച്ച് പഠിച്ചിരിക്കും. പക്ഷെ നമ്മളെന്താണ് ആ സമയമാകുമ്പോൾ നമ്മൾ ഇനിയും ദൈവമായിട്ട് അടുത്തുകൊണ്ടിരിക്കും. നമ്മൾ മാറിക്കളഞ്ഞു നിന്നു. പക്ഷെ നമ്മൾ നിർത്തിയിട്ടില്ലല്ലോ. നമ്മൾ വീണ്ടും പുതിയ കാര്യങ്ങൾ അറിയുകയും പഠിക്കുകയും മനസ്സിലാക്കുകയും ദൈവത്തിൽ നിന്ന് ദർശനങ്ങളും കാഴ്ചകളും അങ്ങനെയൊക്കെ അനുഭവത്തിലൂടെ നമ്മൾ പിന്നെയും പോകുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മുടെ മനസ്സ് ഈ ഭാര്യ, മക്കൾ, അച്ഛൻ, അമ്മ എന്ന ലെവലിൽ നിന്നുള്ള ആ അറ്റാച്ച്മെന്റിൽ നിന്നെല്ലാം പൂർണ്ണമായും വിട്ട് മാറിക്കൊണ്ടിരിക്കും. നമ്മൾ കൂടുതൽ ദൈവമായിട്ട് അടുക്കും തോറും ഇങ്ങനെയുള്ള അറ്റാച്ച്മെന്റ് ഒക്കെ കൂടുതൽ മാറി വന്നുകൊണ്ടേയിരിക്കും. പിന്നെ നമ്മുടെ സന്തോഷവും നമ്മുടെ ലക്ഷ്യമെല്ലാം എങ്ങനെ ആ ദൈവമായിട്ട് കൂടുതൽ എടുക്കാം എന്ന ലെവലിൽ വരും. ഈ തുടക്കത്തിലേ ഉള്ളൂ ഈ വഴക്കും പ്രശ്നവും വിഷയമായിട്ടും നമ്മൾ മാറി നിൽക്കുമ്പോൾ അല്ലെങ്കിൽ ഈ ആക്ഷേപവും അല്ലെങ്കിൽ ഈ ഒറ്റപ്പെടുത്തൽ അതൊക്കെ തുടക്കത്തിലുള്ള പ്രയാസങ്ങളാണ്. പക്ഷെ നമ്മൾ കൂടുതൽ ദൈവമായിട്ട് അടുത്തടുത്ത് വരുംതോറും ഇതൊക്കെ ആദ്യമേ ഇങ്ങനെ ജീവിച്ചാൽ പോരായിരുന്നോ എന്ന് വരെ നമുക്ക് പിന്നീട് തോന്നും. ഈ ഭാര്യയും മക്കളും കുടുംബവും അല്ലെങ്കിൽ ഭർത്താവ് ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ ഒരു മനസ്സമാധാനമില്ലാത്ത ഒരു സംഗതി ആയിരുന്നല്ലോ. ഇതിനെക്കാട്ടി എത്രയോ നല്ലതായിരുന്നു ഈ അനുഭവിക്കുന്ന സുഖം എന്ന് ആ ഒരു ലെവലിലേക്ക് എത്തുമ്പോഴേ നിങ്ങൾക്കത് മനസ്സിലാവുള്ളൂ. അന്ന് നിങ്ങൾക്ക് അങ്ങനെ തോന്നും. ഇനിയും എന്തെങ്കിലുമൊക്കെ സംശയങ്ങളും കമന്റുകളൊക്കെ ഉണ്ടെങ്കിൽ ഇതിൽ റിപ്ലൈ ചെയ്യണം. അതനുസരിച്ച് അടുത്ത മെസ്സേജ് തയ്യാറാക്കും. ഓക്കെ, ഇനി ചില കാര്യങ്ങളൊക്കെ അടുത്തത്.